ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നാളെ നമുക്ക് അങ്കമാലി വെച്ചിട്ട് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോടേക്ക് വന്നതായിരുന്നു. കുറേ നേരത്തെ പോസ്റ്റ് അടിക്ക് ശേഷം എന്നിട്ടും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോൾ ചായ കുടിച്ചിരുന്നു, ചായയും മസാല ദോശയും കഴിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വിശക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ജ്യൂസിലൊതുക്കി. അന്നേരം ബിരിയാണി മതി എന്ന് പറഞ്ഞു. അന്നേരം ബിരിയാണി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് അതിനേട്ടൻ റൂം. പിന്നെ ഞങ്ങൾ വേറൊന്നുണ്ട്, ഫ്രഷായി കിടന്നുറങ്ങി. രാവിലെ 6:30 ട്രെയിന്. രാവിലത്തെ തിരക്കൊക്കെ ആയതാണ് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ട്രെയിനിൽ കയറിയിട്ടും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 10 മണി 11 മണിയൊക്കെ ആ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ അങ്കമാലി എത്തി. ഇതെൻ്റെ പപ്പേൻ്റെ പെങ്ങളുടെ വീടാണ് കേട്ടോ. പിന്നെ അവിടെ എത്തി എല്ലാവരെയും കണ്ട്. അപ്പോൾ എല്ലാവരെയും കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു നമുക്ക് പാടത്ത് പോയാലോ ചോദിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പാടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. ഇവർക്ക് കൂടെ പാടവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയാലോ ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പണ്ട് കുറേ നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നതാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം വെറുതെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവർ വിളിച്ചപ്പോൾ ഇവരുടെ കൂടെ പോന്ന. ഈ നീല ഷർട്ടിട്ട് അവനുണ്ടല്ലോ, അവൻ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനൊക്കെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഈ നീല ഷർട്ടും ഈ ചുമ ഷർട്ടും എൻ്റെ ആൻറ്റീൻ്റെ, അതായത് എൻ്റെ പപ്പേൻ്റെ പെങ്ങളുടെ മക്കളാട്ടോ. ഇവരൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ ആയിരുന്നു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നപ്പോണ്ട് അമ്മായിയപ്പനും മരുമനും കൂടെ നടക്കാൻ ഇറങ്ങി. അപ്പം വെറുതെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഒന്ന് നടക്കാനിറങ്ങി. പിന്നാലെ ഇതാ ഇവരും വന്ന്. പിന്നെ എല്ലാവരും കൂടി ഒരു കൂട്ടം നടത്തമായിരുന്നു. അവരുടെ കളിയും ഇവരുടെ കളിയും ഓരോ ജാതിക്ക് പറിച്ച് തിന്നലും അവിടെ ഇവിടെയൊക്കെ പോയി കല്ലെറിയലും കോൾട്ടൂത്തലും ഒക്കെ പാടെയായിട്ട് എല്ലാവരും കൂടെ ഒരു കൂട്ടം നടത്തം തന്നെയായിരുന്നു. ഇത് തന്നെയായിരുന്നു ഇവിടെ. എല്ലാ തോട്ടിലും പോയി കോൾട്ടൂത്തുക, കല്ലിട്ട് വെള്ളം തെറിപ്പിക്കുക, അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക. ഇത് തന്നെയായിരുന്നു ഇവന്മാരുടെ പരിപാടി. ലാസ്റ്റ് മൂക്കും കുത്തിയാണെങ്കിൽ വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കയറ്റി വിട്ട്. പിന്നെ നടന്ന് എവിടം വരെ എത്തിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലായിരുന്നു. നടന്ന് എങ്ങോട്ടൊക്കെയോ പോയായിരുന്നു. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കാൻ. അന്നേട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അന്നേട്ടൻ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം വെറുതെ എന്തായാലും അവിടെ ഇരിക്കുകയാണ്. വൈകുന്നേരമാണ് പരിപാടി. അപ്പോൾ എന്തായാലും വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നടക്കാൻ ഇറങ്ങിയത്. ഇത് നമ്മുടെ അടുത്ത വീട്ടിലുണ്ടായിരുന്നൊരു കുട്ടി കേട്ടോ. ഞങ്ങൾ പോകുന്നപ്പോൾ ഞങ്ങളുടെ പുറകാലെ അവനും പോകുന്നു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ എവിടം വരെ പോകാനെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മതി നിർത്തിയിട്ട് തിരിച്ചു പോന്നാലോ എന്ന് വിചാരിച്ചിട്ട് നടത്തം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നിർത്തി. എന്തോരെന്ന് വെച്ചാൽ പോവുക കുറേ ഉണ്ട്. അപ്പം ഇപ്പം തന്നെ കുറേ ദൂരം നടന്നു. അപ്പം പിന്നെ കുറേ ഇനിയും അങ്ങോട്ട് പോകണ്ടല്ലോ. ഈ നടന്ന ദൂരമൊക്കെ പിന്നെയും തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കണ്ടേ എന്ന് വിചാരിച്ച് അവിടെ നിർത്തി. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നെ അവിടെ പള്ളിയിൽ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ കുളിച്ച് റെഡിയായി പള്ളിയിൽ പോയതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം പിന്നെ വന്നിട്ട് എല്ലാവരും കുളിയും പോവാനുള്ള തിരക്കും എല്ലാം കൂടിയായിട്ട് ആകെ തിരക്കായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി തിരിച്ച് വന്നിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ അച്ഛൻ വന്ന് വെഞ്ചിരിപ്പൊക്കെ തുടങ്ങി. ഈ തിരി കത്തിക്കുന്നതാട്ടോ അങ്കമാലിത്തെ അമ്മാവനും അമ്മയും, അതായത് എൻ്റെ പപ്പേൻ്റെ പെങ്ങളും ഹസ്ബൻഡും കേട്ടോ. ഇവരുടെ വീട് കയറിക്കൂട്ടലിനാണ് നമ്മൾ വന്നത്. ഇവർ അങ്കമാലിയിലാട്ടോ, തൃശ്ശൂർ അങ്കമാലിയിലാണ് ഇവർ താമസിക്കുന്നത്. ഈ തിരി കത്തിക്കുന്നതാണ് എൻ്റെ പപ്പേൻ്റെ ചേട്ടൻ. അതായത് എൻ്റെ പപ്പയ്ക്ക് ഒരു ചേട്ടനും 3 പെങ്ങന്മാരും ഉള്ളത്.
അത് ചേട്ടനാണത്. പെങ്ങന്മാർ ഇവിടെ ഇവിടേക്കൊക്കെ ഉണ്ട്. ഒരു പെങ്ങളാണിത്, ബാക്കി 2 പെങ്ങന്മാർ ഇവിടെ ഇവിടേക്കൊക്കെ ഉണ്ട്. ഭവനം തിന്മകളിൽ നിന്നും പൈശാചികമായ എല്ലാ ബന്ധൻ മോചനം നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിന്നെ ഇത് അച്ഛൻ ഇതേപോലെ എല്ലാ സ്ഥലവും വെഞ്ചിരിച്ചു. എല്ലാം നമ്മൾ നടന്ന എല്ലാ സ്ഥലവും എല്ലാ റൂമും എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പം അച്ഛൻ എല്ലായിടത്തും പോയി ഇതുപോലെ വെഞ്ചിരിക്കും. അത് കഴിഞ്ഞ് വെഞ്ചിരിച്ച് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തീ കത്തിക്കലാണ്. അച്ഛൻ ഇതേപോലെ ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചിട്ട് നമുക്ക് തരും. നമ്മളത് മേടിച്ചിട്ട് വേണം അടുപ്പിൽ തീ കത്തിക്കാൻ. സാധാരണയായിട്ട് വീടിൻ്റെ ഗ്രഹനാഥയാണ് അടുപ്പിൽ തീ കത്തിക്കുക. അങ്ങനെ ഐശ്വര്യമായി തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പാൽ വെച്ച് കൊടുക്കാം. പിന്നെ പാൽ വെച്ച് കൊടുത്ത് അത് തിളച്ച് തൂവണം. അതാണല്ലോ ഇതിൻ്റെ ഒരു ഇത്. പക്ഷേ പാൽ തിളച്ച് തൂവണ ഒരു സീൻ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് തിളച്ച് തൂവിയ പാല് എല്ലാവർക്കും ഇതൊരു കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സിലാക്കിയിട്ട് ആ പാല് നമ്മളെല്ലാവർക്കും കൊടുക്കും. അവിടെ വന്നവർക്ക് എല്ലാവർക്കും നമ്മളതിൻ്റെ കുറച്ച് 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 കൊടുക്കും കേട്ടോ. പിന്നെ അടുത്തത് ഫുഡടി ആയിരുന്നു. ഫുഡടിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഇതേപോലെ വട്ടം കൂടി ഇരുന്നിട്ട് സൊറയൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വട്ടത്തിലിരുന്നിട്ടാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, എന്തൊക്കെയോ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് എന്തായിരുന്നു ചോദിച്ചാൽ സാധാ ചോറും മീനുണ്ടായിരുന്നു, പന്നി, പോത്ത്, പപ്പടം, കടലക്കറി, പൈനാപ്പിൾ, സാലഡ്, അച്ചാർ, മെഴുക്കുപെട്ടി, മാങ്ങക്കറി, എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ അമ്മയും എൻ്റെ പപ്പേൻ്റെ അമ്മേൻ്റെ അനിയത്തി കേട്ടോ. അവർ കുറേ നാളിന് ശേഷം കണ്ടപ്പം വിശേഷങ്ങൾ പറയാണ്. പിന്നെ ഇത് അങ്കമാലത്തെ ഒരു സ്പെഷ്യലാണ്. ഇത് ചേട്ടന്മാർക്ക് മാത്രം വേണ്ടിയുള്ള ഒരു കൗണ്ടറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവരുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് അവരുടെ രൂപക്കൂട്. അതായത് നമ്മൾ ഹാളിൽ നിന്ന് കയറി വരുന്നവർ തന്നെയാണ് ഒരു രൂപക്കൂട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ കൈ കഴുകാൻ ഇങ്ങനെയുള്ള ഒരു ഏരിയയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു റൂമുണ്ട്. റൂമിൽ ഇതേപോലെ ഒരു കബോർഡ്, അതിൻ്റെ ഇപ്പുറത്ത് അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. സെയിം ഇപ്പുറത്ത് റൂമിൽ ഇതേ സെയിം കബോർഡും ഇതേപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ ഒരു റൂമിൽ മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല, കബോർഡും വെച്ചിട്ടില്ല. അതൊരു പ്ലെയിൻ റൂമാണ്. പിന്നെ ഇത് ഡൈനിങ് മേളിലേക്കുള്ള സ്റ്റെയർ. ഇത് ഡൈനിങ് ഏരിയ, ഹാളിൽ തന്നെയാണ് കേട്ടോ ഡൈനിങ് ഏരിയ വരുന്നത്. വേറെ സെപ്പറേറ്റ് റൂമൊന്നുമല്ല, ഹാളിൽ തന്നെയാണ്. പിന്നെ ഇത് അടുക്കളയിൽ ഇതേപോലെ അടിയൊക്കെ അതുപോലെ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കബോർഡൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാത്രങ്ങൾ പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സൂപ്പർ അടുക്കളയാണ്. ഒരു കുഞ്ഞേ അടുക്കളയാണെങ്കിലും നല്ല എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു അടുക്കളയാണ്. പാത്രം കഴുകാൻ ഇവിടെ ഇങ്ങനെ ഒരു സിങ്ക് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ നല്ല വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ. അവിടെ ഒരു വാഷിംഗ് മെഷീന്, ഒരു കുഞ്ഞ് സിങ്ക്, പിന്നെ ഇവിടെ അടുപ്പ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ളൊരു വലിയൊരു വർക്ക് ഏരിയ. പിന്നെ ഇതാണ് ഹാളിൻ്റെ വ്യൂ, മേലെ നിന്നുള്ള ഹാളിൻ്റെ വ്യൂ. പിന്നെ ഇത് ഹാൾ ഇതേപോലെ ഒരു സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വീടാണ്. പിന്നെ അങ്കമാലിയിൽ വന്ന കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമ്മളൊരു വൈനെങ്കിലും കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ രാത്രിയായപ്പോൾ ആൻറ്റി ഒരു കുപ്പി വൈന് കൊണ്ടുത്തന്നു. അപ്പം അതിനകത്ത് മട അടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ച് കഴിച്ചു. അപ്പം ഞങ്ങളങ്ങനെ അവിടെ ഈ അങ്കമാലിക്കാരുടെ സ്പെഷ്യലാണല്ലോ വൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കും തന്നു അവർ കുറച്ച് വൈന്. ഞാനും എന്നതുപോലെ ചേഴ്സ് പറഞ്ഞു. ഞങ്ങൾ കുടിച്ചു. കുറച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മുന്തിരി വൈനല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളും കുടിച്ചിരുന്നു. കുറച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മുന്തിരി വൈനായതുകൊണ്ട്
കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ പപ്പേൻ്റെ വേറൊരു പെങ്ങള്, ഏറ്റവും ഇളയ പെങ്ങൾ കേട്ടോ. എൻ്റെ പപ്പേൻ്റെ ഏറ്റവും ചെറിയ പെങ്ങളാണിത്. അവിടുന്ന് ഞങ്ങളുടെ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ആൻറ്റി ഇവിടെ ഇരുന്നിട്ട് നല്ല ബോളിങ്ങാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇവരൊക്കെ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും അതിനെക്കുറിച്ചും അവിടെ ഉണ്ട് 2 ഉപ്പി വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അന്നത്തെ ഒരു ദിവസം അടിപൊളിയായിട്ട് അങ്ങ് തീർന്നു പോയിട്ടോ. നല്ല കുടിച്ച് കുപ്പി വൈനൊക്കെ കുപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ രാവിലെ ഞങ്ങൾക്ക് 6:30-ക്കായിരുന്നു ട്രെയിന്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഓടി പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് അരുണേട്ടൻ ഷോപ്പിലേക്ക് പോയി, ഞാൻ തിരിച്ച് വയനാട്ടിലേക്ക് വണ്ടി കയറി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു അങ്കമാലി കയറിക്കൂടൽ വിശേഷങ്ങൾ. അടിപൊളിയായിരുന്നു, പരിപാടികളൊക്കെ സൂപ്പറായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.